പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങൾ എങ്ങനെ ക്രിസ്തുവിലായി എന്നുള്ള ഞങ്ങളുടെ ജീവിത സാക്ഷ്യത്തിൻ്റെ 3-ാം ഭാഗം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ചില വ്യക്തിപരമായ കാരണങ്ങളാൽ 3-ാം ഭാഗം നിങ്ങളിലെത്തിക്കുവാൻ അല്പം വൈകി എങ്കിലും എല്ലാം തക്ക സമയത്ത് ഇന്ന് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഈ സാക്ഷ്യം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഏതൊരു മനുഷ്യനെ പോലെയും ഞങ്ങളുടെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കാനാണ്. ഇതിൽ ഒരു ജാതിയെ, ഒരു മതത്തെയോ ആരെയും അവഹേളിക്കാനോ ആക്ഷേപിക്കുവാനോ എന്നുള്ള നിർബന്ധിത ഒരു ഉദ്ദേശമില്ല എന്ന് ആദ്യം ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. റോമൻ കത്തോലിക്ക വിശ്വാസത്തിൽ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ ഏത് മനുഷ്യനെ പോലെയും തങ്ങളുടെ വിടുതലിനായി, തങ്ങളുടെ കഷ്ടതയിൽ നിന്ന് പുറത്തു വരുവാനായി എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുവാൻ അവർ ചിന്തിക്കുവാൻ തുടങ്ങി. നമുക്കറിയാം, നമ്മൾ പുറമേ നമ്മുടെ ജാതിയും മതവും ഒക്കെ പറയുമെങ്കിലും, അല്ലെങ്കിൽ ചിന്തിക്കുമെങ്കിലും, അല്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയാണ്, ഹിന്ദുവാണ്, മുസൽമാനാണ് എന്നൊക്കെ ചിന്തിക്കുമെങ്കിലും, എനിക്കറിയാവുന്ന, വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ടും നിങ്ങൾക്കും അറിയാവുന്നതുകൊണ്ടും എനിക്ക് പറയുവാൻ കഴിയുന്നത്, പ്രതികൂലങ്ങളുടെ നടുവിൽ എത്തപ്പെട്ട് കഴിയുമ്പോൾ ക്രിസ്ത്യാനികൾ ക്രിസ്തു മത പ്രാർത്ഥനകളിൽ മാത്രമല്ല മറ്റു മതങ്ങളുടെ വിടുതൽ കേന്ദ്രങ്ങളിലും പോയി അവരുടെ വിടുതലിനായി രഹസ്യമായി പ്രാർത്ഥിക്കുവാനും പ്രശ്നം വെക്കുവാനും പോകാറുണ്ട്. അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, എല്ലാ മതക്കാരും ചെയ്യും. കാരണം അവർ പ്രശ്ന നടുവിൽ അവർക്ക് ആവശ്യം ഒരു വിടുതൽ മാത്രമാണ്. അന്നേരം അവർ ജാതിയോ മതമോ ഒന്നും നോക്കാറില്ല. അങ്ങനെ ഈ ആമുഖം പറഞ്ഞതെന്ന് ചോദിച്ചാൽ, എൻ്റെ മാതാവിൻ്റെ വീട് ചെട്ടികുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നിങ്ങൾക്കറിയാം, അവിടെ കൂടുതലും ഹൈന്ദവ സഹോദരങ്ങളാണ്. വളരെ സ്നേഹത്തിൽ ഞങ്ങൾക്ക് ചെറുപ്പകാലത്തിലൂടെ കളിക്കാൻ പോകുന്നതും ഒക്കെ ഞങ്ങൾ ഓർക്കുന്നു. അന്നൊന്നും ഇങ്ങനെയുള്ള ചിന്താഗതികളില്ലാത്ത കാലഘട്ടമായിരുന്നുകൊണ്ട് സഹോദരങ്ങളെ പോലെ, ഇന്നും ഇവിടെ സഹോദരങ്ങളെ പോലെ സ്നേഹത്തിലാണ് അവർ കഴിയുന്നത്. അതിൽ ഒരു സഹോദരി എൻ്റെ മമ്മിയുടെ സുഹൃത്തായിരുന്നു. ഒരുമിച്ച് പഠിക്കുകയും ഒരുമിച്ച് നാട്ടിലായിരുന്ന ഒരു സഹോദരി, ഒരു ഹൈന്ദവ സഹോദരി. എൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും പ്രശ്നങ്ങളും സാമ്പത്തിക ഞെരുക്കങ്ങളും ജോലി നഷ്ടപ്പെട്ട കാര്യങ്ങളും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളൊക്കെ പങ്കുവച്ചപ്പോൾ ഒരു ദിവസം പിതാവിനോടും മാതാവിനോടും ഇങ്ങനെ പറഞ്ഞു, മാവേലിക്കരയിൽ ഒരു അമ്മയുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് വിടുതലുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കൽ നിങ്ങൾക്ക് പറഞ്ഞു, ഞങ്ങളുടെ പള്ളിയിൽ പെരുന്നാൾ നടത്തി, പരമ്പര പള്ളിയിൽ തീർത്ഥാടനം നടത്തി. ഇതെല്ലാം വിടുതലിന് വേണ്ടിയുള്ള യാത്രകളായിരുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കണമെന്നുള്ള ഞങ്ങളുടെ ചിന്തയുടെ പിന്നിലുള്ള യാത്രകളായിരുന്നു. കഴിഞ്ഞ 2-ാം ഭാഗത്തിൽ ഓർമ്മപ്പെടുത്തി, അവിടെയാണ് ദൈവം ഞങ്ങളുടെ കണ്ണുകൾ തുറന്നത്. ഞങ്ങൾക്കല്ല ദൈവത്തെ ആവശ്യം, ദൈവത്തിനാണ് ഞങ്ങളെ ആവശ്യം എന്നുള്ളത്. അങ്ങനെയുള്ള യാത്രയിൽ ഒരു യാത്രയായിരുന്നു ഈ അമ്മയെ കാണുവാൻ പോകുവാൻ തീരുമാനമെടുത്തു. ആദ്യ ദിവസം എൻ്റെ പിതാവ് മാത്രം അവിടെ കടന്നു ചെന്നു. ആ സഹോദരിയും കൂടെ വന്ന് അവിടെ ഒരു ഭവനമാണ് മാവേലിക്കരയിൽ. അവിടെ ചെന്നു. നേരത്തെ പറയേണ്ട ആവശ്യമില്ല, നമ്മൾ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ ചെല്ലുക, ചെന്ന് നമ്മുടെ ആവശ്യം എന്തെന്ന് അറിയിക്കുക. ഇതായിരുന്നു നമ്മുടെ ആ യാത്രയുടെ ലക്ഷ്യം. ഏതായാലും പപ്പ അവിടെ ചെന്നു, എൻ്റെ പിതാവ് അവിടെ ചെന്ന് പേരൊക്കെ പറഞ്ഞു. എന്നിട്ട് ഈ സഹോദരി, ഈ അമ്മ എന്ന് പറയുന്ന സഹോദരി, എൻ്റെ പിതാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച സകല ജീവചരിത്ര കാര്യങ്ങളും പിതാവിനോട് പറയുവാൻ തുടങ്ങി. പിതാവ് അത്ഭുതപ്പെട്ടു പോയി. കാരണം അവർ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്.
ആരും നേരത്തെ ഇവരെ അറിയിച്ചിട്ടില്ല. അന്ന് അവിടെ ചെല്ലുമെന്ന് നേരത്തെ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കറിയാം, 84, 85 ഏത് ഫോണാണുള്ളത്? ലാൻഡ് ഫോണും ഇല്ലാത്ത കാലഘട്ടങ്ങളാണ്. ടെക്നോളജി ഇല്ലാത്ത കാലഘട്ടം. എന്നിട്ട് ഇങ്ങനെ പിതാവിനോട് പറഞ്ഞു, നീ വീടിന് തറക്കല്ലിട്ടപ്പോൾ തന്നെ നിന്റെ നേരെ ശത്രു ആഞ്ഞടിച്ചു. അവിടെ വെച്ച് തന്നെ തകർക്കുവാൻ നോക്കി. പപ്പ ഓർത്ത് സത്യമാണ്. വീടിന് തറക്കല്ലിടുന്ന ആ നിമിഷമാണ് തന്റെ ജോലി നഷ്ടപ്പെടുന്നത്. ആ ഭവനം പണിത് പൂർത്തീകരിക്കാൻ കഴിയാതെ നിന്നെ തകർക്കുവാൻ, നിനക്ക് വിരോധമായി, നിന്റെ നന്മയ്ക്ക് വിരോധമായി നിനക്കറിയാവുന്ന ചില വ്യക്തികൾ തന്നെ നിനക്ക് വിരോധമായി ചില കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് കൃത്യമായി പറയുവാനിടയായി തീർന്നു. എൻ്റെ പിതാവ് അത്ഭുതപ്പെട്ടു പോയി. കാരണം തനിക്ക് മാത്രം പോലും അറിയാവുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ എൻ്റെ മാതാവിനോടോ അല്ലെങ്കിൽ മറ്റാരോടോ പങ്കുവെക്കാത്ത കാര്യങ്ങൾ പോലും അവർ തുറന്നു പറയുവാൻ തുടങ്ങിയപ്പോൾ ഇവരെങ്ങനെ ഇത് തിരിച്ചറിഞ്ഞുവെന്നും ഇതിലൂടെ യാഥാർത്ഥ്യങ്ങൾ ആണല്ലോ ഞാൻ കേൾക്കുന്നതെന്നും തിരിച്ചറിഞ്ഞ് ഇവിടെ ഒരു വിടുതലുണ്ടാകും എന്നുള്ള വിശ്വാസത്തോടെ താൻ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. അപ്പോൾ എൻ്റെ പിതാവ് ആ അമ്മ എന്ന് പറയുന്ന സഹോദരിയോട് പറഞ്ഞു, അടുത്ത ദിവസം എൻ്റെ ഭാര്യയുമായി ഞാൻ കടന്നു വരാം. അങ്ങനെ അടുത്ത ഒരു ദിവസം എൻ്റെ മാതാവും പിതാവുമായി അവിടെ കടന്നു പോവുകയാണ്. കാരണം പിതാവ് ഭവനത്തിൽ ചെന്ന് തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം മാതാവുമായി പങ്കുവെച്ചു. വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്ന, വിടുതലിന് വേണ്ടി ആകാംക്ഷയോടെ മുന്നോട്ട് പോകുന്ന എൻ്റെ മാതാവും പിതാവും ഏത് മാർഗത്തിലൂടെയാണെങ്കിലും ഒരു വിടുതൽ മതിയെന്ന ആഗ്രഹത്തോടുകൂടെ ആ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. വീണ്ടും ഈ അമ്മ എന്ന് പറയുന്ന സഹോദരി അവരെ കണ്ടുമുട്ടി. ഭവനത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അവർ ഭവനത്തിൽ വെച്ച് വീണ്ടും ആ വ്യക്തി ഇവരോട് സംസാരിക്കുന്നു. അങ്ങനെ തന്റെ പിതാവിനും മാതാവിനും കുഞ്ഞുങ്ങൾക്ക് വിരോധമായി ഉയർന്നു വന്ന ശക്തികൾ തകർക്കണമെന്ന് വിരോധമായി ചെയ്തു വച്ചിരിക്കുന്ന പദ്ധതികൾ ഭവനത്തിൽ, ആ ഭവനം പണി നടക്കുന്ന ഇടങ്ങളിൽ തന്നെ അവർ ചെയ്തു വച്ചിരിക്കുന്ന അനേക പൈശാചികമായ പോരാട്ടങ്ങളുടെ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം കൃത്യമായി വെളിപ്പെടുത്തുക മാത്രമല്ല, ആരാണ് നിങ്ങൾക്ക് വിരോധമായി എഴുതിട്ടിരിക്കുന്നതെന്ന് പേർ സഹിതം കൃത്യമായി എൻ്റെ മാതാവിനും പിതാവിനും പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളെ തകർക്കുവാൻ വന്ന ശക്തിക്ക് വിരോധമായി നമുക്കും, നമ്മുടെ നാട്ടിൻ ഭാഷയിൽ കൂടോത്രം എന്ന് പറയുന്ന തരത്തിൽ, നമുക്കും അങ്ങനെ ഒരു കാര്യം ചെയ്താൽ അവരും തകർന്നു പോകും, നിങ്ങളും രക്ഷ പ്രാപിക്കും. നിങ്ങൾക്ക് വിരോധമായി ഒരുക്കിയ തന്ത്രം മറുതന്ത്രമായി അവർക്ക് വിരോധമായി ചെയ്താൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടെന്ന് എൻ്റെ പിതാവിനോടും മാതാവിനോടും പറഞ്ഞു. എന്നാൽ എൻ്റെ മാതാവ് പറഞ്ഞു, ഞങ്ങൾക്ക് വിരോധമായി ചെയ്തത് ഇന്ന വ്യക്തികളാണെന്നും പറഞ്ഞ സ്ഥിതിക്ക് അവർ നശിക്കുന്നത് കാണുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. അവർക്ക് വിരോധമായി എന്തെങ്കിലും ചെയ്യുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഞങ്ങൾക്ക് ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത് സ്തോത്രം, അത് മതി. അതുകൊണ്ട് അവർക്ക് വിരോധമായി ഞങ്ങളിലൂടെ ഒരു എന്തെങ്കിലും പരിഹാരം, നിങ്ങൾ പറഞ്ഞ കൂടോത്രമോ ഒന്നും ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുവാൻ റെഡിയായി തീർന്നു. അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ആദ്യ യാത്രയിൽ 4 തകിടുകൾ കൊടുത്തു വിട്ടിട്ട് എൻ്റെ പിതാവിനോട് പറഞ്ഞു, ആ പറമ്പിനെ 4 മൂലയ്ക്ക് കുഴിച്ചിടണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാകും. എൻ്റെ പിതാവ് ആരും അറിയാതെ ചെയ്തു. രണ്ടാമത്തെ യാത്രയിൽ എൻ്റെ മാതാവിന് ഒരു നല്ല അനുഭവമായിട്ട് തോന്നാത്തത് കൊണ്ടും ദൈവികമല്ലാൻ തോന്നാത്തത് കൊണ്ടും ഞങ്ങൾ പിന്നീട് അത് അറിയിക്കാമെന്ന് പറഞ്ഞ് അവിടുന്ന് ഭവനത്തിലേക്ക് പോയി. അപ്പോൾ എൻ്റെ പിതാവിൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ കുറ്റബോധം തോന്നി. താൻ എന്തുകൊണ്ട്
ആ തകിട് അവിടെ കൊണ്ട് കുഴിച്ചിട്ടു. ഇതിലേക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് മനസ്സിൽ ചിന്ത തോന്നി. താൻ വീണ്ടും താൻ കുഴിച്ചിട്ട സ്ഥലത്ത് തകിട് എടുത്ത് പുറത്ത് കളയുവാൻ ശ്രമിച്ചു. നോക്കുമ്പോൾ ആ 4 സ്ഥലങ്ങളിലും ആ തകിട് കാണുവാൻ കഴിഞ്ഞില്ല. ഇന്ന് വരെയും ആ തകിട് പിന്നീട് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങളോട് ഇത് പങ്കുവെക്കാനുള്ള കാരണം, ഇന്ന് ആത്മീയ കോളത്തിൽ പ്രവാചകന്മാരുടെ, അപ്പസ്തോലന്മാരുടെ അഴിഞ്ഞാട്ടം നടക്കുന്ന കാലഘട്ടമാണ്. വ്യാജ പ്രവചനങ്ങളും വ്യാജ രോഗസൗഖ്യങ്ങളും നടക്കുന്ന കാലയളവിൽ ക്രിസ്തു നമ്മെ വിളിച്ചത് നമ്മെ ഭൂമിയിൽ ഉയർത്തുവാനോ നമ്മുടെ സഹോദരങ്ങളെയോ സുഹൃത്തുക്കളെയോ അയൽവാസികളെയോ മറ്റു മനുഷ്യരെയോ നശിപ്പിക്കുവാനുമല്ല. ക്രിസ്തു നമ്മെ വിളിച്ചത് വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരുടെ നിത്യതയ്ക്കും നമ്മൾ പ്രാപിച്ച ക്രിസ്തു എന്ന സ്നേഹത്തിലൂടെ മറ്റനേകരെ ക്രിസ്തുവിലേക്ക് നടത്തുക എന്ന ലക്ഷ്യത്തോടുകൂടെ മാത്രമാണ്. ഇവർ പറഞ്ഞ പ്രവചനങ്ങളെല്ലാം കൃത്യമാണ്. അതുകൊണ്ട് പ്രവചനങ്ങൾ കൃത്യമായതുകൊണ്ട് എല്ലാം ദൈവികമാണെന്ന് ചിന്തിക്കരുത്. ഈ യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ഇന്നലെ എന്തായിരുന്നുവെന്നും ഇന്ന് എന്താണെന്നും നാളെ എന്താകുമെന്നും നിങ്ങൾക്കറിഞ്ഞുകൂടാ. ദൈവത്തിനും അറിയാം, പിശാചിനും അതറിയാം. നീ ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ എത്തിച്ചേരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പിതാവാം ദൈവം പരിശുദ്ധാത്മാവിലൂടെ നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ നാളെ ദൈവഹിത പ്രകാരം എന്താകുമെന്ന് അറിയുന്ന പിശാച് നീ അങ്ങനെ ആകാതിരിപ്പാൻ ആകാത്ത വഴിയിലൂടെ നിന്നെ നടത്തുവാൻ ശ്രമിക്കും. പ്രവചനങ്ങൾ ഞാൻ തുച്ഛീകരിക്കുന്നില്ല, രോഗസൗഖ്യങ്ങൾ ഞാൻ തുച്ഛീകരിക്കുന്നില്ല. എന്നോട് പറഞ്ഞ അനേക വാഗ്ദത്തങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിവൃത്തിയായ ഒരു മനുഷ്യനാണ്. അനേക സമയങ്ങളിൽ വ്യക്തിപരമായ രോഗസൗഖ്യം ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ ഞാനൊരു പ്രവാചകന്റെ ആരാധകനല്ല. പ്രവാചകരുടെ പിന്നാലെ ഞാൻ പോകാറില്ല. എൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ, വേദന നടുവിൽ മൗനമായിരുന്ന് എൻ്റെ അപ്പന്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കുന്ന ഒരു ദൈവവേദന. ഞങ്ങളുടെ ഈ സാക്ഷ്യത്തിന്റെ ഹെഡിങ് തന്നെ, ടൈറ്റിൽ തന്നെ ഞങ്ങൾ എങ്ങനെ ക്രിസ്തുവിൽ ആയി എന്നുള്ളതാണ്. ഇന്നത്തെ ആത്മീകോളം പരിശോധിക്കാമെങ്കിൽ ഞങ്ങളെങ്ങനെ പ്രവാചകരിലായി, ഞങ്ങളെങ്ങനെ ഈ സഭയിലായി, ഞങ്ങളെങ്ങനെ ധനവാന്മാരായി, ഞങ്ങളെങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരായി, ഞങ്ങളെങ്ങനെ ക്രിസ്തുവിലായി എന്ന് പറയുവാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? എത്ര സാക്ഷികൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്? ഈ സാക്ഷ്യം കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, നിന്റെ ഇന്നലകളും ഇന്നും നാളെയും പ്രവചിക്കുന്ന പ്രവചന ശബ്ദങ്ങൾ നിന്നെ ക്രിസ്തുവിനോട് അടുപ്പിക്കുന്നുവെങ്കിൽ, നീ ക്രിസ്തുവിനായി ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ അത് ദൈവികമാണ്. നീ കേൾക്കുന്ന പ്രവചനങ്ങൾ നിന്റെ ഭൗതിക ഉയർച്ചകൾക്കുള്ളതാണെങ്കിൽ അത് പൈശാചികമാണ്. നിന്റെ ഭൗതികത്തിന് മാത്രമുള്ളതാണെങ്കിൽ അത് പൈശാചികമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പൈശാശക്തി വ്യാപരിക്കുന്ന ഇടങ്ങളിലെല്ലാം ആ ശക്തിയുടെ അനുഭവങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. നിന്നോട് കൃത്യമായി പ്രവചിക്കും. മോശയുടെ കാലഘട്ടത്തിൽ നമുക്കറിയാം, മന്ത്രവാദികൾ മോശ ചെയ്തതുപോലെ ചെയ്തു. ആ ശക്തിക്കും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാൻ കഴിയും. എന്നാൽ ഒരുവന് വീണ്ടും ജനനം കൊടുക്കുവാൻ, ഒരുവനെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ, സമൃദ്ധിയായ ജീവൻ കൊടുക്കുവാൻ ക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. ആരാണ് ക്രിസ്തു? വചനം ജഡമായി തീർന്നു, അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെട്ടു.
ആരാണ് ഞാൻ? ഞാൻ ദൈവത്തിന് മകൻ ആകുന്നു. ആ മകനാകണമെങ്കിൽ വചനം എന്നിൽ വരണം. ആ വചനം എന്നിൽ വരുമ്പോൾ മകനായി എന്നെ നോക്കി ആർജവത്തോടെ പിതാവ് വിളിച്ചു പറയും, ഇവൻ വെറും മകനല്ല, ഇവൻ എൻ്റെ പ്രിയ മകൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഞങ്ങൾ ക്രിസ്തുവിലായി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുത്രത്വത്തിലായി. ഇനി ഞങ്ങളുടെ ലക്ഷ്യം ദൈവത്തിന് പ്രസാദമുള്ള ഒരു മകനായി തീരുവാൻ, മകളായി തീരുവാൻ. പ്രിയ ദൈവത്തിലെ, നിന്റെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവചന ശബ്ദം കേൾക്കാൻ ഓടുന്ന ഓട്ടം നീ നിർത്തുക. നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ മാത്രം നീ ശ്രദ്ധിക്കുക. അതിലെത്രത്തോളം ആത്മീയമുണ്ട്, ഭൗതികമുണ്ട്. ഈ ഭൂമിയിൽ നേടുന്നതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുകയില്ല. നിന്റെ ആവശ്യങ്ങൾ ദൈവം നിന്നെ വഴി നടത്തും. നീ ക്രിസ്തുവിലാകണം, നീ ക്രിസ്തുവിൻ്റെതാകണം. നീ ഭൂമിയിൽ ക്രിസ്തുവിനായി ജീവിക്കണം. അപ്പസ്തോലന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ നീ ക്രിസ്തുവിൻ്റെ പത്രമായി മാറണം. നീ ക്രിസ്തുവിൻ്റെ ശബ്ദമായി മാറണം. നീ ക്രിസ്തുവിൻ്റെ കണ്ണുകളായി മാറണം. ആമേൻ. നീ ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളായി മാറണം. അപ്പോൾ ഇവിടെ എൻ്റെ പിതാവും മാതാവും ദൈവകൃപ അവിടെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അമ്മയുടെ ഉദരത്തിൽ ഉരുവായതിനു മുമ്പേ അവിടെ മേൽ വ്യാപരിച്ചത് കൊണ്ടും ശത്രുസംഹാരത്തിന് മുതിരാതെ മറ്റുള്ളവർ നിഗ്രഹിക്കുന്നത് ദൈവിക മാർഗമല്ല എന്നുള്ള ബോധ്യത്തോടുകൂടെ കഷ്ടം സഹിപ്പാൻ തീരുമാനമെടുത്തുകൊണ്ട് മടങ്ങി ഭവനത്തിൽ വന്നു. അപ്പോഴേക്കും അവർ തീരുമാനമെടുത്തിരുന്നു, പ്രാർത്ഥനയിലൂടെ, ഭവനത്തിലൊരു പ്രാർത്ഥന തുടങ്ങുന്നതിലൂടെ, ക്രിസ്തുവിലൂടെ ഉള്ള വിടുതൽ ഞങ്ങൾക്ക് മതി. സ്നേഹത്തിൻ്റെ വിടുതൽ മതി, സമാധാനത്തിൻ്റെ വിടുതൽ മതി, ഞങ്ങൾക്ക് എല്ലാവരെയും സ്നേഹിപ്പാൻ കഴിയുന്ന ആ സ്വർഗീയ വിടുതൽ മതിയെന്ന് അവർ തീരുമാനമെടുത്തിരുന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട മാതാവിൻ്റെയും പിതാവിൻ്റെയും മകൻ എന്ന നിലയിൽ, ക്രിസ്തുവിനായി ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ദൈവം എന്ന നിലയിൽ ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് അഭിമാനം കൊള്ളുന്നതോടൊപ്പം അതിനായി യോഗ്യനാക്കിയ ദൈവത്തിന് പൂർണ്ണ മഹത്വം കരയറ്റുകയാണ്. ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നില്ല, ഞങ്ങളെ ശക്തനാക്കുന്നതിന് മുഖാന്തരം. ഈ സാക്ഷികൾക്ക് നിങ്ങൾക്ക് ക്രിസ്തുവിനോട് സ്നേഹം തോന്നുന്നുവെങ്കിൽ, ക്രിസ്തുവിനായി ജീവിക്കണം തോന്നുന്നുവെങ്കിൽ, എന്തെങ്കിലും ആത്മീയ അനുഭവങ്ങൾ തോന്നുന്നുവെങ്കിൽ അതിന് പൂർണ്ണ മഹത്വം ദൈവത്തിനാണ്. പൂർണ്ണ മഹത്വം ദൈവത്തിനാണ്. ആകയാൽ നിങ്ങളുടെ ഓട്ടം വിശ്വാസത്തിന് നായകനും അത് പൂർത്തിവരുത്തനുമായ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ടാണോ എന്ന് പരിശോധിക്കണം. പ്രവാചകന്മാരുടെ ആരാധകനാണ്, അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടത്തുന്ന ആരാധകനാണ്. നീ അപ്പല്ലോസിന്റെ പക്ഷമാണോ? നീ പൗലോസിന്റെ പക്ഷമാണോ? അതോ നീ യഹോവയുടെ പക്ഷം നിൽക്കുന്നവനാണോ എന്ന് പരിശോധിക്കണം. നീ ക്രിസ്തുവിലാണോ എന്ന് പരിശോധിക്കണം. അതോ നീ മറ്റെവിടെയെങ്കിലുമാണോ? വഞ്ചിതരാകരുത്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഒരു മതത്തെയോ ആരെ ആക്ഷേപിപ്പാനല്ല, ജീവനുള്ള ദൈവത്തെ കണ്ടെത്തുവാൻ തടസ്സമായി മറ്റ് മാർഗങ്ങളിലൂടെ കടന്നു പോകുവാൻ പിശാചൊരുക്കിയ കെണികളിൽ നിന്ന് എങ്ങനെ എൻ്റെ പിതാവും മാതാവും വിടുവിക്കപ്പെട്ടു വന്നു. അതുകൊണ്ട് ഇന്ന് തലമുറകൾ മുഴുവനും ജീവനുള്ള ദൈവത്തെ സേവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ യോഗ്യരാക്കിയെന്ന് നിങ്ങളെ അറിയിപ്പാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആകയാൽ മറ്റു മതങ്ങളുള്ളവരെക്കാൾ ക്രിസ്തു മതത്തിൽ തന്നെ അപ്പസ്തോലനെന്നും പ്രവാചകനെന്നും പേറുകൊണ്ട് നിങ്ങളെ ഭൗതിക നന്മയുടെ സന്തോഷത്തിൽ ഉല്ലസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ സാമ്പത്തിക നന്മകൾ തട്ടിക്കൊണ്ടുപോകുന്ന, എന്ത് കൃത്യപ്രവചനം എന്ന് പറഞ്ഞ് നിങ്ങൾ ആരാധിക്കുന്ന എല്ലാ പൈശാചിക അനുഭവങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്തു വന്ന്
ദൈവത്തിന് പ്രസാദമുള്ള, ദൈവത്തിന് മാത്രം പ്രസാദമുള്ള ഒരു മകനും മകളുമായി തീരുവാൻ, ക്രിസ്തുവിലായ അനുഭവത്തിലൂടെ ജീവിപ്പാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അടുത്ത ഭാഗത്തിൽ കർത്താവ് അനുവദിക്കുന്നെങ്കിൽ വീണ്ടും കാണാം. ദൈവത്തിന്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ.